ഹായ് ഗായ്സ്, ഈ അടുത്ത കാലത്ത് ഇൻസ്റ്റാഗ്രാമിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു എഫക്റ്റാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരാൾ ഡാൻസ് ചെയ്യുന്നു, അയാളുടെ തല മൂവ് ചെയ്യുന്നതനുസരിച്ച് ക്യാമറയും ഒപ്പം മൂവ് ചെയ്യുന്നു. ഈ ഒരു എഫക്റ്റ് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. അതിന് നമുക്ക് വേണ്ടത് ഷോർട്ട് കട്ട് എന്ന് പറയുന്ന ഒരു വീഡിയോ എഡിറ്റിംഗ് പ്രോഗ്രാമാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഷോർട്ട് കട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഷോർട്ട് കട്ടിൻ്റെ ഏറ്റവും പുതിയ വേർഷനാണ് നമുക്ക് വേണ്ടത്. കാരണം ഷോർട്ട് കട്ടിൻ്റെ ഏറ്റവും പുതിയ വേർഷനകത്താണ് മോഷൻ ട്രാക്കിംഗ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ വരുന്നത്. ആ ഫീച്ചർ ഉപയോഗിച്ചാണ് നമ്മൾ ഈ ഒരു എഫക്റ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഷോർട്ട് കട്ട് ഓപ്പൺ ചെയ്യാം. ഇതാണ് നമ്മുടെ ഷോർട്ട് കട്ട്. ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ കുറേ ഓപ്ഷൻസും കാര്യങ്ങളും ഉണ്ടായിരിക്കും. കണ്ടു പേടിക്കേണ്ട കാര്യമില്ല, വളരെ എളുപ്പമാണ് ഉപയോഗിക്കാനായിട്ട്. ഇവിടെ നമുക്ക് ആദ്യം ചെയ്യേണ്ട എന്താണ്, നമ്മുടെ ഷോർട്ട് കട്ടിനകത്തോട്ട് ഒരു വീഡിയോ ഓപ്പൺ ചെയ്യണം. ഓക്കെ, അതെങ്ങനെയാണ് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് ഫയൽ ചെന്ന് കഴിഞ്ഞാൽ ഓപ്പൺ ഫയൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഓപ്പൺ ഫയൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു ബ്രൗസർ ഓപ്പൺ ആയി വരും, ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. ഇവിടെ എവിടെയാണോ നിങ്ങളുടെ വീഡിയോ കിടക്കുന്നത് ആ ഫോൾഡറിൽ ചെല്ലുക, എന്നിട്ട് വീഡിയോ സെലക്ട് ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോ കിടക്കുന്ന വീഡിയോസ് എന്ന് പറയുന്ന ഫോൾഡറിനകത്താണ്. അപ്പോൾ ഞാൻ വീഡിയോ സെലക്ട് ചെയ്തു, ഓപ്പൺ കൊടുത്തു. ഓക്കെ, ഇപ്പോൾ നമ്മുടെ വീഡിയോ വന്നിട്ട് ഷോർട്ട് കട്ടിനകത്ത് വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ വന്നിട്ട് കാര്യമില്ല, നമുക്ക് ടൈംലൈനിനകത്ത് വരണം, എങ്കിൽ മാത്രമേ വീഡിയോയ്ക്കകത്ത് നമ്മൾ കൂടുതൽ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരുത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം, ഈ ടൈംലൈനിൻ്റെ അവിടെ ആയിട്ട് ഒരു പ്ലസ് ചിഹ്നം കൊടുത്തിട്ടുണ്ട്, അത് ക്ലിക്ക് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, കുഴപ്പമില്ല അല്ലേ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഒന്നാമത്തെ റെസൊല്യൂഷനാണ് കേട്ടോ. നിങ്ങളുടെ വീഡിയോ ചിലപ്പോൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു റെസൊല്യൂഷൻ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എങ്ങനെ റെസൊല്യൂഷൻ സെറ്റ് ചെയ്യാൻ പറ്റും, അത് വളരെ എളുപ്പമാണ്. സെറ്റിങ്സിനകത്ത് നിന്ന് കഴിഞ്ഞാൽ അവിടെ വീഡിയോ മോഡ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. അവിടെ നമുക്ക് കുറച്ച് പ്രീസെറ്റുകളുണ്ട്, ഓൾറെഡി സെറ്റ് ചെയ്ത കുറച്ച് റെസൊല്യൂഷൻ ഉണ്ട്. അത് വേണമെങ്കിൽ ഉപയോഗിക്കാം. അതല്ലാതെ സ്വന്തമായിട്ട് റെസൊല്യൂഷൻ ഉപയോഗിക്കാൻ പറ്റും. ഇവിടെ കസ്റ്റം എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്, അവിടെ ആഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള റെസൊല്യൂഷൻസും കാര്യങ്ങളും ഒക്കെ കൊടുക്കാവുന്നതാണ്. ഇവിടെ റെസൊല്യൂഷൻ കൊടുക്കാം, ആസ്പെക്ട് റേഷ്യോ കൊടുക്കാം, ഫ്രെയിം റേറ്റ് കൊടുക്കാം. എന്നിട്ട് ഇത് സേവ് ചെയ്തിടാം. പിന്നീട് നിങ്ങളുടെ ഭാവിയിൽ നിങ്ങളുടെ ഏതെങ്കിലും വീഡിയോ എഡിറ്റ് ചെയ്യുന്നതാണെങ്കിൽ ഉപയോഗിക്കാൻ വേണ്ടി നിങ്ങൾക്കിത് സേവ് ചെയ്തിടാവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അത് അങ്ങനെ. ഇനി വേറൊരു കാര്യം പ്രോസിയാണ്. നിങ്ങളൊരു പക്ഷേ 4K വീഡിയോ ഒക്കെ പഴയ ലാപ്ടോപ്പിലൊക്കെയാണ് എഡിറ്റ് ചെയ്യാൻ നോക്കുന്നതെങ്കിൽ ഒരു പക്ഷേ പ്ലേ ബാക്ക് നല്ല സ്മൂത്ത് ആയിരിക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രോസി ഉപയോഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല വഴി. അപ്പം പ്രോസി ഉപയോഗിക്കാനും വളരെ എളുപ്പമാണ്. ഇപ്പം മുകളിൽ സെറ്റിങ്സിനകത്ത് ഇല്ല, അവിടെ പ്രിവ്യൂ സ്കെയിലിംഗ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. അവിടെ 360p സെലക്ട് ചെയ്യുക. ശേഷം പ്രോസി എന്നുള്ളത് എടുക്കുക. പ്രോസിക്കകത്ത് യൂസ് പ്രോസി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ചെറിയൊരു വിൻഡോ ഓപ്പൺ ആയി വരും. ഇവിടെ പ്രോസി മിസ്സിംഗ് ആയിട്ടുള്ള പ്രോസി ക്രിയേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, എസ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ വീഡിയോയുടെ ലെങ്ത് അനുസരിച്ച് വളരെ വേഗം തന്നെ നമ്മുടെ പ്രോസി ക്രിയേറ്റ് ആയി വരുന്നതായിരിക്കും. ഓക്കെ, പ്രോസി ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പോൾ എല്ലാ ഭാഗമൊന്നും വേണമെന്നില്ല. ഇപ്പോൾ ഈ ലേഡി എല്ലാ ഭാഗത്തൊന്നും ഡാൻസ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് കുറച്ച് ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളയേണ്ടി വരും. അപ്പോൾ നമുക്ക് നോക്കാം എവിടെയാണ് ഡാൻസ് തീർന്നുള്ളത്, എന്നിട്ട് അത് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഇവിടെ ഏകദേശം ഇവിടെ ഡാൻസ് തീർത്തുകയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ വരെ മതി. എങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, വേണമെങ്കിൽ നമുക്ക് ഈ ഒരു വീഡിയോയുടെ അറ്റത്ത് പിടിച്ചാണ്ട് ഇങ്ങനെ നീക്കി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കണ്ടില്ലേ, അത്രയും ഭാഗം നമുക്ക് ട്രിം ചെയ്ത് കളയാവുന്നേ ഉള്ളൂ. അതല്ലാതെ തന്നെ വേറൊരു വഴിയുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് സ്പ്ലിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ വീഡിയോ അവിടെ നിന്ന് മുറിയുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വെർട്ടിക്കൽ ലൈൻ കണ്ടില്ലേ, ഇതിനെയാണ് പ്ലേ ഹെഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ പ്ലേ ഹെഡ് എവിടെ ഇരിക്കുന്നോ അവിടെ നമുക്ക് വേണമെങ്കിൽ വെച്ച് മുറിച്ച് കളയാവുന്നതാണ്. ഓക്കെ, എന്നിട്ട് നമുക്കത് ഡിലീറ്റ് ചെയ്ത് കളയാം. അവസാനമുള്ള വീഡിയോ സെലക്ട് ചെയ്തിട്ട് കീബോർഡിൽ ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിലീറ്റ് ആവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഏകദേശം കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചല്ലേ. ഇനി നമുക്ക് നമ്മുടെ എഫക്റ്റാണ് ചെയ്യാൻ പോകേണ്ടത്. വീഡിയോ സെലക്ട് ചെയ്യുക. ഓക്കെ, ശേഷം ഫിൽറ്റേഴ്സ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്, അവിടെ ചെല്ലുക. ഇനി ഫിൽറ്റേഴ്സ് മിസ്സിംഗ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, വ്യൂവിനകത്ത് നിന്നിട്ട് ഫിൽറ്റേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് കൊടുക്കുക. അപ്പം ഫിൽറ്റേഴ്സ് കാണിക്കുന്നതായിരിക്കും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഫിൽറ്റേഴ്സിനകത്ത് ഇവിടെ ഒരു ചെറിയ പ്ലസ് ചിഹ്നം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആഡ് എ ഫിൽറ്റർ എന്ന് പറഞ്ഞാണ് എഴുതി കാണിക്കുന്നത്, അത് ക്ലിക്ക് കൊടുക്കുക. ശേഷം അവിടെ ഒരു സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്കവിടെ മോഷൻ ട്രാക്കർ എന്ന് പറയുന്നത് ടൈപ്പ് ചെയ്യാം. ഇപ്പോൾ മോഷൻ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്കിവിടെ മോഷൻ ട്രാക്കർ കാണിക്കുന്നതായിരിക്കും, കണ്ടില്ല, മോഷൻ ട്രാക്കർ. അപ്പം അത് ക്ലിക്ക് കൊടുക്കുക. ഓക്കെ, മോഷൻ ട്രാക്ക് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ വ്യൂവറിനകത്ത് നമുക്കൊരു ചെറിയൊരു ചതുരം ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, കണ്ടില്ലേ, ഈ ഒരു ചതുരം ആഡ് ചെയ്യുന്നുണ്ട്, ഒപ്പം ഒരു ഗ്രീൻ ചതുരവും കാണിക്കുന്നുണ്ട്, അല്ലേ. ഇത് നമ്മുടെ ഹാൻഡിലാണ് കേട്ടോ. ഈ ഹാൻഡിൽ ഉപയോഗിച്ചാണ് നമ്മൾ ഈ ട്രാക്കർ കൺട്രോൾ ചെയ്യുന്നത്. അതായത് ഈ ചതുരത്തിനെ വിളിക്കുന്നത് നമുക്ക് ട്രാക്കർ എന്ന് വിളിക്കാം. ഓക്കെ, നമുക്കിത് വേണമെങ്കിൽ കുറച്ചുകൂടി സൂം ചെയ്യാം. സൂം ചെയ്യുമ്പോൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണാം. ഇതാണ് നമ്മുടെ ട്രാക്കർ. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം, നമുക്ക് ഇവിടെ ട്രാക്ക് ചെയ്യേണ്ടത് എന്താണെന്നറിയോ, ഈ ലേഡിയുടെ ഹെഡാണ് ട്രാക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് അവിടെ തൊട്ട് ഈ ചതുരത്തിനെ ഒന്ന് ഈ ഹാൻഡിൽസ് ഉപയോഗിച്ച് നിയന്ത്രിക്കാം. നമുക്ക് നിയന്ത്രിക്കാല്ല, ഹാൻഡിൽസ് ഉപയോഗിച്ച് വെക്കാം. ഓക്കെ, അപ്പോൾ ഏകദേശം മതി. വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി സൂം ചെയ്തുകൊണ്ട് കുറച്ചുകൂടി നല്ല ബെറ്ററായിട്ട് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, എനിക്കൊന്ന് ഇത്രയും മതി എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. സൂം ഫിറ്റ് കൊടുക്കാം.
ഇനി ഇത് ട്രാക്കർ നമ്മൾ കൊടുത്തു. പക്ഷേ മോഷൻ ട്രാക്കറോട് ബന്ധപ്പെട്ട് ഇവിടെ ഓപ്ഷൻസ് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ നമുക്ക് പേര് കൊടുക്കാം. പേര് കൊടുക്കുന്നത് നല്ലതായിരിക്കും, പിന്നീട് നമുക്ക് ആവശ്യം വരും. ഇപ്പോൾ നമുക്ക് ഹെഡ് ട്രാക്ക് എന്നും പറഞ്ഞുകൊണ്ട് കൊടുക്കാം. ഓക്കെ, പേര് കൊടുത്തില്ലെങ്കിൽ ട്രാക്കർ 0 എന്നും പറഞ്ഞായിരിക്കും ട്രാക്കറിന് ഈ ഒരു ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞ പ്രോഗ്രാം പേര് കൊടുക്കുന്നത്. ഓക്കെ, താഴെ നമുക്ക് റീജിയൻ ടു ട്രാക്ക് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അവിടെ ഒന്നും ചെയ്യാനില്ല, കാരണം നമ്മളിവിടെ ഓൾറെഡി വ്യൂവറിനകത്ത് ചെയ്ത് കഴിഞ്ഞു. ഇനി അൽഗരിതം എന്ന് പറഞ്ഞൊരു ഭാഗമാണ്. ഇവിടെ കുറച്ച് അൽഗരിതം ഉണ്ട് കേട്ടോ. മോഷൻ ട്രാക്ക് ചെയ്യാനുള്ള കുറേ അൽഗരിതങ്ങൾ കൊടുത്തിട്ടുണ്ട്. ബൈ ഡിഫാൾട്ടായിട്ട് CSRT എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ ചൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഇനി ആ റിസൾട്ട് പോരാ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റ് അൽഗരിതങ്ങൾ ട്രൈ ചെയ്യാവുന്നതാണ്. പിന്നുള്ളത് ഷോ പ്രിവ്യൂ എന്ന് പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത്. ഷോ പ്രിവ്യൂ എന്ന് പറയുന്നത് നമ്മുടെ ഈ മോഷൻ ട്രാക്കറാണ് കാണിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ മോഷൻ ട്രാക്കർ എന്ന് പറയുന്നത് സെലക്ട് ചെയ്തേക്കുന്നത്, ഈ ഫിൽറ്റർ സെലക്ട് ചെയ്തേക്കുന്നതുകൊണ്ട് മാത്രമാണ് ഈ ഹാൻഡിൽസ് കാണിക്കുന്നുണ്ടല്ലേ. അല്ലാത്ത സമയത്ത് ഹാൻഡിൽ കാണിക്കത്തില്ല. അപ്പോൾ പകരം ഒരു ഗ്രീൻ ചതുരമായിരിക്കും കാണിക്കുന്നത്. നമുക്ക് ഈ ഗ്രീൻ കളർ മാറ്റി മറ്റ് കളറുകളും ഒക്കെ ചൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഷോ പ്രിവ്യൂവിനകത്ത് ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. ശേഷം എന്ത് ചെയ്യേണ്ടത്, നമുക്ക് ആ ഹെഡാണ് ട്രാക്ക് ചെയ്യേണ്ടത്. എന്നിട്ട് അത് വെച്ചിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന എഫക്റ്റ് കൊണ്ടുവരേണ്ടത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം, ഇനി അനലൈസ് എന്ന് പറഞ്ഞ ബട്ടണിൽ ഒരു ക്ലിക്ക് കൊടുക്കുക. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക കേട്ടോ. അനലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊരു പ്രോഗ്രസ് കാണിക്കും, എത്ര ശതമാനമായി എന്ന് കാണിക്കും. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക, കുറച്ച് ക്ഷമ വേണം നമുക്ക്. ഓക്കെ, അപ്പോൾ നമ്മുടെ അനലൈസേഷൻ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നമുക്കിനി വീഡിയോ പ്ലേ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ആ ട്രാക്ക് നമ്മുടെ ആ ലേഡിയുടെ ഹെഡ് അനുസരിച്ച് മൂവ് ചെയ്യുന്നുള്ളത്. ഓക്കെ, കണ്ടല്ലേ. അപ്പം ഇനി നമുക്ക് നമ്മുടെ എഫക്റ്റിലേക്ക് എല്ലാം വളരെ എളുപ്പമാണ് ചെയ്യാനായിട്ട്. ഇവിടെ പ്ലസ് ചിഹ്നം ഉണ്ടല്ലോ, അതിൽ ക്ലിക്ക് കൊടുക്കാം. ശേഷം സെർച്ച് ചെയ്യുക സൈസ് എന്നും പറഞ്ഞുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ എഴുതി കാണിക്കും സൈസ്, പൊസിഷൻ, റൊട്ടേറ്റ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഫിൽറ്റർ. അതിൽ ക്ലിക്ക് കൊടുക്കുക. ഓക്കെ, അപ്പം നമ്മുടെ ആ ഫിൽറ്ററിനകത്ത് നിന്ന് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പൊസിഷൻ ചേഞ്ച് ചെയ്യാനും അങ്ങനെ പല ഓപ്ഷൻസും കാര്യങ്ങളും ഉണ്ട്. അവിടെ ഒന്നും ചെയ്യണ്ട. ഇതിന് ഏറ്റവും താഴെയായിട്ട് ഓക്കെ, നമുക്ക് കുറച്ച് കാണാനും ബുദ്ധിമുട്ടുണ്ടല്ലേ. ഞാൻ ഇത് ഒരു സെപ്പറേറ്റ് വിൻഡോ ആയിട്ട് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമുക്ക് നന്നായിട്ട് വൃത്തിയായിട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പം ഇനി നമുക്ക് സൈസ്, പൊസിഷൻ എടുക്കാം. ഇതിനകത്ത് ഏറ്റവും അവസാനമായിട്ട് ലോഡ് കീ ഫ്രെയിംസ് ഫ്രം മോഷൻ ട്രാക്കർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതെടുക്കുക. ഓക്കെ, അത് ക്ലിക്ക് കൊടുക്കുക. അപ്പോൾ നമുക്ക് പുതിയൊരു വിൻഡോ ഓപ്പൺ ആയി വരും. ഓക്കെ, ഇവിടെ എന്ത് ചെയ്യണം, നമ്മളിവിടെ ട്രാക്ക് ചെയ്ത ട്രാക്കുണ്ട്. ആ ട്രാക്കറാണ് ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ മോഷൻ ട്രാക്കറിന് നേരെയുള്ള ആരോയിൽ ക്ലിക്ക് കൊടുക്കുക. അപ്പോൾ അവിടെ ഹെഡ് ട്രാക്ക് എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നമ്മുടെ ട്രാക്കറിന് എന്താണോ പേര് കൊടുത്തത് അതാണ് അവിടെ എഴുതി കാണിക്കുക. ഓക്കെ, ഹെഡ് ട്രാക്ക് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ശേഷം അഡ്ജസ്റ്റ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്, അതെടുക്കുക. അതിൽ ഓഫ്സെറ്റ് പൊസിഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അതെടുക്കുക. ഓക്കെ, ശേഷം ഫ്രം സ്റ്റാർട്ട് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. പിന്നെ കറൻറ്റ് പൊസിഷൻ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഫ്രം സ്റ്റാർട്ട് എടുക്കുക, കാരണം വീഡിയോയുടെ തുടക്കം തൊട്ടാണ് നമുക്ക് നമ്മുടെ എഫക്റ്റ് വരേണ്ടത്. ഓക്കെ, കറൻറ്റ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പ്ലേ ഹെഡ്, ഈ വെർട്ടിക്കൽ ലൈൻ ഉണ്ടല്ലോ പ്ലേ ഹെഡ്, ഇത് എവിടെയാണോ ഇരിക്കുന്നത് അവിടെ തൊട്ടായിരിക്കും ഈ ട്രാക്ക് ചെയ്ത ഡേറ്റ ഉപയോഗിക്കുന്നത്, കീ ഫ്രെയിം ആക്കി മാറ്റുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ശരിക്കും ചെയ്യുന്ന ഈ ട്രാക്ക് ചെയ്ത ഡേറ്റ കീ ഫ്രെയിം ആക്കി മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യണം, ഫ്രം സ്റ്റാർട്ട് തന്നെയാണ്, ഒന്നും ചെയ്യണം. ഫ്രം സ്റ്റാർട്ട്, ശേഷം അപ്ലൈ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് കൊടുക്കുക. ഓക്കെ, ഇതിന് പ്രത്യേകിച്ച് പ്രോഗ്രസ് ഒന്നും കാണിക്കത്തില്ല കേട്ടോ. ഇടയ്ക്ക് ചിലപ്പോൾ നോട്ട് റെസ്പോണ്ടിക്കുന്ന വല്ലതും എഴുതി കാണിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പേടിക്കേണ്ട യാതൊരു കാര്യമില്ല. കുറച്ചൊന്ന് വെയിറ്റ് ചെയ്ത് കഴിയാമെങ്കിൽ നമുക്ക് ആ മോഷൻ ട്രാക്ക് കീ ഫ്രെയിം ആക്കി മാറ്റുന്നത് കാണാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ആയിട്ടുണ്ട്. നമുക്ക് ഈ ടൈം ലൈനിൻ്റെ ഇപ്പുറത്തായിട്ട് കീ ഫ്രെയിംസ് കാണിച്ചിട്ടുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ കീ ഫ്രെയിംസ് കാണാൻ പറ്റും. കണ്ടില്ലേ, കുറേ കീ ഫ്രെയിംസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി എന്താണ് ചെയ്യേണ്ടത്, ഇനി ഒന്നും ചെയ്യാനില്ല, ഒന്ന് പ്ലേ ചെയ്ത് നോക്കുക. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ വീഡിയോ സെലക്ഷൻ കളയാം, ഫിൽറ്റേഴ്സിൻ്റെ വിൻഡോ ചെറിയ മാറ്റിയിടാം. ശേഷം ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്കിവിടെ കാണാൻ പറ്റും ലേഡിയുടെ ഹെഡ് അവിടെ തന്നെ ഇരിക്കുകയാണ്, ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യണം. കണ്ടില്ലേ, നമ്മൾ ഉദ്ദേശിച്ച എഫക്റ്റ് നമ്മൾ എത്തിയിരിക്കുകയാണ്. പക്ഷേ പോരാ, വീഡിയോയുടെ ചുറ്റും ബ്ലാക്ക് ബോർഡേഴ്സ് ഉണ്ട്. ഈ ബ്ലാക്ക് ബോർഡേഴ്സ് എങ്ങനെ കളയാമെന്ന് നമുക്ക് നോക്കാം. ഒറ്റ വഴിയുള്ളൂ, വീഡിയോ സൂം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് വീഡിയോ സൂം ചെയ്യുന്നുള്ളത്. എന്ത് ചെയ്യണം, ഒന്നും കൂടി സൈസ്, പൊസിഷൻ, റൊട്ടേറ്റ് എന്ന് പറഞ്ഞത് ആഡ് ചെയ്യണം. അപ്പം ടൈപ്പ് ചെയ്യുക ഫിൽറ്റേഴ്സിനകത്ത് നിന്നിട്ട് ഓക്കെ അറിയാതെ വീഡിയോ ഡിലീറ്റ് ആയിപ്പോയി. Ctrl+Z പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ തിരിച്ചു വരും, പേടിക്കണ്ട കേട്ടോ. ഓക്കെ വീഡിയോ വന്നു. പൊസിഷൻ എടുക്കാം, സൈസ് എന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ സൈസ്, പൊസിഷൻ, റൊട്ടേറ്റ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്, അതെടുക്കുക. ഓക്കെ, ഇപ്പോൾ രണ്ടാമത്തെ സൈസ് പൊസിഷനാണ്, ഒരിക്കലും കൺഫ്യൂസ് ആവില്ല കേട്ടോ. ഇതാണ് അവസാനത്തെ സൈസ് ആൻഡ് പൊസിഷൻ, റൊട്ടേറ്റ്. ഇതെടുത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഇവിടെ സൂം എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്, അതെന്ത് ചെയ്യണം, അവിടെ സൂം ചെയ്യുക. അത് ടൈപ്പ് ചെയ്യുക. 126 എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വാല്യൂ ആണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം എനിക്ക് തോന്നുന്നു ബ്ലാക്ക് ബോർഡേഴ്സൊക്കെ നിൽക്കുന്നതായിരിക്കും. നമുക്ക് വേണമെങ്കിൽ ഈ സൈസ് പൊസിഷൻ്റെ ഹാൻഡിലാണ് ഇവിടെ കാണിക്കുന്നത്. ഈ ഹാൻഡിൽ വെച്ച് നമുക്ക് വേണമെങ്കിൽ ലേഡിയുടെ ഹെഡ് എവിടെ ഇരിക്കണം, വീഡിയോയുടെ എവിടെ ഇരിക്കണമെന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. എന്നിട്ട് എന്ത് ചെയ്യണം, പ്ലേ ചെയ്ത് നോക്കുക.
കുഴപ്പമില്ല അല്ലേ? ഓക്കെ, അപ്പോൾ ഇവിടെ എത്തിയപ്പം ഏകദേശം ഇവിടെ എത്തിയപ്പോൾ നമുക്ക് ഈ ഫിൽറ്റേഴ്സ് ഒന്ന് ക്ലോസ് ചെയ്യാം. ഇവിടെ എത്തിയപ്പോൾ ചെറിയൊരു ബ്ലാക്ക് ബോർഡർ എനിക്കൊന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കത് വേണ്ട. കണ്ടില്ല, അവിടെ നമുക്ക് ചെറിയതായിട്ട് ബ്ലാക്ക് ബോർഡർ തെളിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? ഫിൽറ്റേഴ്സ് എടുക്കാം ഒന്നുകൂടി. ഓക്കെ, ഇവിടെയാണ് തെളിഞ്ഞു വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫിൽറ്റേഴ്സ് എടുക്കാം, പൊസിഷൻ എടുക്കാം. എന്ത് ചെയ്യണം? ഇത് ഇങ്ങോട്ട് നമുക്ക് കുറച്ച് പൊസിഷൻ ഇങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. ഓക്കെ, ഇത്രയുള്ള കാര്യം. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, കണ്ടില്ലേ? അപ്പോൾ ബ്ലാക്ക് ബോർഡേഴ്സ് കാണാത്ത രീതിയിൽ നിങ്ങൾ സൂം ചെയ്യുക, അതനുസരിച്ച് ഒന്ന് പൊസിഷൻ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കുക. ഇപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഈ ഹാൻഡിൽ ഉപയോഗിച്ച് എന്താണ് ഈ വീഡിയോ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി വെക്കാവുന്നതാണ്. അല്ലാതെ തന്നെ ഇവിടുന്ന് മാനുവലായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള വാല്യൂസ് ടൈപ്പ് ചെയ്തും എന്താണ് മൂവ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ബ്ലാക്ക് ബോർഡേഴ്സ് ഒന്നും കാണിക്കുന്നില്ല. അപ്പോൾ അതൊരു പെർഫെക്റ്റായ റിസൾട്ടാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? ഈ വീഡിയോ ഒന്ന് എക്സ്പോർട്ട് ചെയ്യണം. അതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടി നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്. എന്താണെന്നറിയോ? നമ്മുടെ ഈ ട്രാക്കറിൻ്റെ ചതുരം ഒരു ഗ്രീൻ ചതുരം കാണിക്കുന്നുണ്ടല്ലേ, അത് നമുക്ക് വേണ്ട. അപ്പോൾ ഇത് നമുക്ക് കളയണം. അല്ലെങ്കിൽ എന്താണെന്ന് അറിയാം, വീഡിയോ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്, ആ എക്സ്പോർട്ട് ചെയ്ത് വീഡിയോയ്ക്ക് അത് വരും. അപ്പോൾ എന്ത് ചെയ്യണം? മോഷൻ ട്രാക്കർ എന്ന് പറയുന്നതിനകത്ത് ഇല്ല, അവിടെ ഷോ പ്രിവ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇല്ലേ, അത് കളയുക. ഓക്കെ, ശേഷം എന്ത് ചെയ്യണം? നമുക്ക് കൺട്രോൾ ഡി പ്രസ് ചെയ്യാം. അപ്പോൾ വീഡിയോ സെലക്ഷൻ പോവും. എന്നിട്ട് നമുക്കൊന്ന് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഇനിയും ബ്ലാക്ക് ബോർഡേഴ്സ് കാണുകയാണെങ്കിൽ അതനുസരിച്ച് ഒന്ന് സൂം ചെയ്യുക, ഒന്ന് പൊസിഷൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് കുഴപ്പമില്ല, നല്ല റിസൾട്ട് വരുന്നതായിരിക്കും. ഇപ്പോൾ നമുക്ക് കണ്ടില്ലേ, വീഡിയോ കുറച്ച് ചോപ്പിയാണ്. ചോപ്പി എന്ന് പറയുമ്പോൾ അതായത് കുറച്ച് ഒരു ലാഗ് വരുന്നുണ്ട്. എന്താ അറിയാം, റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ ഒരു പോരായ്മയാണ്, അല്ലാതൊന്നുമില്ല. പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എക്സ്പോർട്ടിലേക്ക് കിടക്കാം. ആദ്യം പ്ലേ ചെയ്ത സമയമൊന്നും കളയണ്ട അല്ലേ. ഇപ്പോൾ എന്ത് ചെയ്യണം? നമുക്ക് എക്സ്പോർട്ട് എന്ന് പറഞ്ഞൊരു ഭാഗമാണ് വേണ്ടത്. എന്ത് ചെയ്യണം? വ്യൂ എടുക്കുക, അവിടെ നിന്ന് എക്സ്പോർട്ട് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്, അവിടെ ചെല്ലുക. ഇവിടെ എക്സ്പോർട്ടിനകത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇഷ്ടംപോലെ പ്രീസെറ്റുകളുണ്ട്, ഇഷ്ടമുള്ള രീതിയിൽ പ്രീസെറ്റ് ഉണ്ട്. ഇവിടെ വെബ് ഉണ്ട്, MKV ഒക്കെ ഉണ്ടായിരിക്കും, MV4 ഉണ്ടായിരിക്കും. നിങ്ങൾക്കിത് ചൂസ് ചെയ്യാവുന്നതാണ് പ്രീസെറ്റ്. ഇതല്ലാതെ തന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ളതും ചൂസ് ചെയ്യാം. അതിനെന്ത് ചെയ്യണം? ഇവിടെ അഡ്വാൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ ചെല്ലുക. ഇവിടെ നിങ്ങൾക്ക് റെസൊല്യൂഷൻ സെറ്റ് ചെയ്യാം, ആസ്പെക്ട് റേഷ്യോ സെലക്ട് ചെയ്യാം, ഫ്രെയിം റേറ്റ് സെലക്ട് ചെയ്യാം. കൊഡാക്കിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ക്വാളിറ്റി എന്താണ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇപ്പം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അപ്ലോഡ് ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞാൽ ഒരു 65ഒക്കെയാണ് നല്ലത്, 65%. ഇതാണെങ്കിൽ വീഡിയോയുടെ സൈസ് കുറച്ച് കൂടുതലായിരിക്കും, പക്ഷേ കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റി ആയിരിക്കും, അപ്ലോഡ് ചെയ്യാൻ പറ്റിയായിരിക്കും. ഇതല്ലാതെ ചിലപ്പോൾ നിങ്ങൾ മറ്റൊരു വീഡിയോ എഡിറ്റിംഗ് പ്രോഗ്രാമിൽ നിന്ന് വന്ന ഒരാളാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ബിറ്റ് റേറ്റ് ആയിരിക്കും നിങ്ങൾ അതിനകത്ത് കണ്ടിട്ടുണ്ടായിരിക്കുക. അത് നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ ആവറേജ് ബിറ്റ് റേറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്യാവുന്നതാണ് ആവറേജ് ബിറ്റ് റേറ്റ്. ഒക്കെ ഇവിടെ 12 mm ആണ് കൊടുത്തത്, 14 mm ഒക്കെ വേണമെങ്കിൽ എടുക്കാം. അത് കുറച്ച് സൈസ് കൂടുതലായിരിക്കും, പക്ഷേ വീഡിയോയുടെ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റി ആയിരിക്കും. ഓക്കെ, അപ്പം പിന്നെ ഓഡിയോയുടെയും ബിറ്റ് റേറ്റ് അതുപോലെ നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ എല്ലാം കുഴപ്പമില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഫോർമാറ്റ് ഇവിടെ ചൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് MKV ഒക്കെ വേണമെങ്കിൽ എടുക്കാം. ഞാനിപ്പോൾ MB4 ആണ് റെക്കമെൻഡ് ചെയ്യുന്നത്. യൂട്യൂബിലെല്ലാം അപ്ലോഡ് ചെയ്യാൻ MB4 ആണ് റെക്കമെൻഡ് ചെയ്യുന്നത്. ഓക്കെ, എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പോർട്ട് ഫയൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതേ ക്ലിക്ക് കൊടുക്കാം. ശേഷം എന്ത് ചെയ്യണം? ഒരു ബ്രൗസർ ഓപ്പൺ ആയി വരും. ഇവിടെ നമുക്ക് വീഡിയോയുടെ പേര് കൊടുക്കാം. അപ്പം ലേഡി ഡാൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കൊടുക്കാം. ഓക്കെ, ലേഡി ഡാൻസ്. ശേഷം സേവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് കൊടുക്കാം. ഓക്കെ, അപ്പം ആദ്യമായിട്ട് ഇങ്ങനൊരു ഓപ്ഷൻ നിങ്ങൾക്ക് വരും. അതായത് ഇത്രയേ ഉള്ളൂ സ്പേസ്, ഇത് കണ്ടിന്യൂ ചെയ്യണോ എന്ന് പറഞ്ഞുകൊണ്ട്. ഇപ്പോൾ ഇത് ചെറിയൊരു വീഡിയോ ആണ്, വലിയ സ്പേസ് ഒന്നും ഇത് വേണ്ട. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വാർണിംഗ് കാണിക്കുന്നത്. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, എസ് എന്ന് പറഞ്ഞു കൊടുക്കാം. നിങ്ങൾക്ക് ഇതിനേക്കാളും കൂടുതൽ ഡിസ്ക് സ്പേസ് ഉണ്ടെങ്കിൽ ഷോർട്ട് കട്ടിങ്ങിനുള്ള വാർണിംഗ് കാണിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് കേട്ടോ. അതേസമയം ഡിസ്ക് സ്പേസ് കുറവാണെങ്കിൽ ഷോർട്ട് കട്ടിങ്ങിൻ്റെ വാർണിംഗ് കാണിക്കും. നിങ്ങൾക്ക് ഇത്ര സ്പേസേ ഉള്ളൂ, വീഡിയോ എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ സ്ഥലം കിട്ടിയെന്ന് വരത്തില്ല, എന്തെങ്കിലും ക്രാഷ് ആകാൻ സാധ്യതയുണ്ട് എന്നൊക്കെ ഉള്ളൊരു മെസ്സേജ് കാണിക്കും. അപ്പോൾ സാറിന് ഇത് പേടിക്കണ്ട. ഇത് ചെറിയൊരു വീഡിയോ ആണ്, എങ്ങനെ 10, 15, 20 സെക്കൻഡേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് വലിയ എക്സ്പോർട്ട് പോയി കഴിഞ്ഞാൽ ഒരു 100 MB ബിറ്റ് റേറ്റിൻ്റെ ഇതൊക്കെ വെച്ചിട്ട് ഒരു 100 MB, 50 MB, 60 MB ഒക്കെ നിൽക്കത്തുള്ളൂ കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ. ഇനിയും കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. നമ്മുടെ വീഡിയോ എക്സ്പോർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വീഡിയോ എക്സ്പോർട്ട് ചെയ്ത ശേഷം നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മുടെ ഒരു ഇതെന്നുള്ളത്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നതാണ്, നമ്മൾ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എപ്പോഴും ഫയൽ സേവ് ചെയ്തിടുക എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഇത് പറഞ്ഞില്ല, കാരണം ഇത് ട്യൂട്ടോറിയലിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ ഒരു ചെയ്തതേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും സമയാസമയം സേവ് ചെയ്തിടണം. അപ്പോൾ എങ്ങനെയാണ് സേവ് ചെയ്യുന്നത്? ഫയൽ എടുത്തു കഴിഞ്ഞാൽ അവിടെ സേവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, കണ്ടില്ലേ? എന്നിട്ട് എവിടെയാണോ ഈ ഫയൽ സേവ് ചെയ്യേണ്ടത് അവിടെ സേവ് ചെയ്തിടാം. അപ്പോൾ ലേഡി ഡാൻസ് ട്രാക്കർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് കൊടുക്കാം, ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഓക്കെ,
അപ്പോൾ ഇങ്ങനെ സേവ് ചെയ്തിടുക. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളിങ്ങനെ മാറ്റം വരുന്നുണ്ടെങ്കിൽ ഒന്ന് Ctrl+S കീബോർഡിലെ Ctrl+S പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സേവ് ചെയ്തിടുക. ഇങ്ങനെയുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് എന്തെങ്കിലും പ്രശ്നം വന്നിട്ട് ഷോർട്ട് കട്ട് ക്ലോസ് ആയിപ്പോയാലും നമ്മുടെ ആ ഒരു പ്രൊജക്റ്റിനെ ബാധിക്കത്തില്ല. അല്ലെങ്കിൽ എന്ത് കറണ്ട് പോയി, അല്ലെങ്കിൽ ലാപ്ടോപ്പിൻ്റെ ചാർജ് പെട്ടെന്ന് തീർന്നിട്ട് ഓഫായിപ്പോയി. അപ്പോൾ അങ്ങനെയൊക്കെ വന്ന് നമ്മുടെ പ്രൊജക്റ്റിനെ ബാധിക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ സമയാസമയം സേവ് ചെയ്തിടുക. ഓക്കെ ഗൈസ്, അങ്ങനെ വീഡിയോ എക്സ്പോർട്ട് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പം നമ്മൾ ഈ പ്രോജക്റ്റ് സേവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഷോർട്ട് കട്ട് ക്ലോസ് ചെയ്യാം. നമുക്ക് ഇവിടെ നിന്ന് തന്നെ നമുക്ക് വീഡിയോയുടെ ലൊക്കേഷൻ ഓപ്പൺ ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, വീഡിയോ റൈറ്റ് ക്ലിക്ക് കൊടുത്ത ശേഷം ഷോ ഇൻ ഫോൾഡർ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ആ ഒരു ഫോൾഡർ ഓപ്പണായി വരുന്നതായിരിക്കും. ഓക്കെ, ഇനി അഥവാ വന്നില്ലെങ്കിൽ നമുക്ക് ഫയൽ മാനേജർ മാനുവലായിട്ട് ഓപ്പൺ ചെയ്യാം. ഓക്കെ, എന്താണെന്ന് ഇതില്ല, അത് ഓപ്പണായി വന്നില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് മാനുവലായിട്ട് തന്നെ ഫയൽ മാനേജർ ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ വീഡിയോ എക്സ്പോർട്ട് ചെയ്ത സ്ഥലത്തേക്കെല്ലാം. ഓക്കെ, ഇതാണ് നമ്മുടെ വീഡിയോ. നമ്മൾ പ്രതീക്ഷിച്ച അത്ര MB ഒന്നും വന്നില്ല, 27 MBയോളം വന്നുള്ളൂ. കണ്ടല്ലോ, ഒറിജിനൽ വീഡിയോ തന്നെ 8 MB ഉള്ളൂ. അപ്പോൾ നമ്മൾ ബിറ്റ് റേറ്റ് കുറച്ച് കൂട്ടി വെച്ചെന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, എന്തായാലും മാക്സിമം ക്വാളിറ്റി കീപ്പ് ചെയ്യും അതുകൊണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. റൈറ്റ് ക്ലിക്ക് കൊടുത്തു, ഓപ്പൺ വിത്ത് MBV മീഡിയ പ്ലെയർ. അപ്പോൾ ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു മീഡിയ പ്ലെയർ ആണ് കേട്ടോ, MBV മീഡിയ പ്ലെയർ. ഇതിനകത്ത് ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ക്ലിക്ക് കൊടുക്കുകയാണെങ്കിൽ വീഡിയോ ഇങ്ങനെ ലൂപ്പായിട്ട് റിപ്പീറ്റ് ചെയ്ത് പ്ലേ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. ഓക്കെ, കൊള്ളാം അല്ലേ, നല്ല രീതിയിൽ നല്ല ഒരു രസമുണ്ട് കാണാനായിട്ട്. നമുക്ക് കാണാൻ പറ്റും അവരുടെ ആ ഹെഡ് അവിടെ തന്നെ ഇരിക്കുകയാണ്, ബാക്കി ഭാഗങ്ങളെല്ലാം അങ്ങോട്ടെല്ലാം മൂവ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? തീർച്ചയായിട്ടും താഴെ കമൻറ്റ് സെക്ഷനകത്ത് കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ മനസ്സിലാകാത്ത ഭാഗം ഉണ്ടെങ്കിൽ വീഡിയോ ഒന്നുകൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കാണുക. അത്രേ ഉള്ളൂ കാര്യം. ഇനി ഞാൻ വളച്ച് നീട്ടി കൂട്ടി കൊണ്ടുപോകുന്നില്ല. അത്രേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.